ഈ കഥയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. മുത്തശ്ശൻ, അച്ഛൻ, പേരക്കുട്ടി. മുത്തശ്ശന് 75 വയസ്സ്, മകൻ 50 വയസ്സ്, പേരക്കുട്ടിക്ക് 20, 21 വയസ്സ്. ഈ മകൻ്റെ ഏറ്റവും വലിയ വിഷമം, മുത്തശ്ശൻ ഈ പ്രായത്തിൽ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നു, അടുത്തെങ്ങും പടമാവുന്ന ഒരു ലക്ഷണവുമില്ല. പേരക്കുട്ടിയാണെങ്കിൽ വളർന്നു വരുന്നു. മുത്തശ്ശനിൽ നിന്ന് ഈ സ്വത്ത് മുഴുവൻ പേരക്കുട്ടിയിലേക്ക് പോകും. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ മകന് ഈ സ്വത്ത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുന്നില്ല. അതായത് അവൻ്റെ ഇഷ്ടപ്രകാരം ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പൊതുവേദിയിൽ അവൻ തുറന്നു പറഞ്ഞു. അതൊരു മധ്യസ്ഥ ചർച്ചയിലേക്ക് നീണ്ടുപോയി. ആ ചർച്ചയ്ക്ക് ശേഷം ഈ മുത്തശ്ശൻ അധികകാലം ജീവിച്ചിരുന്നില്ല. ഇപ്പോൾ സ്വസ്ഥം സുഖം മകനും പേരക്കുട്ടിയും കുടുംബാംഗങ്ങളൊക്കെ സ്വത്തൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, അവനവൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഈ പട്ടിണി കിടന്ന് ഉണ്ടാക്കിയത് മുഴുവൻ ആ മുത്തശ്ശന് ഉപയോഗിക്കാൻ പറ്റാതെ പോയി. അത് മറ്റാരൊക്കെയോ നന്നായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാഗ്രഹവും നാളത്തേക്ക് മാറ്റി വെക്കരുത്. എല്ലാ ബന്ധങ്ങളും സ്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ജീവിക്കുക, ബി ഹാപ്പി.